മഹിളാ മോർച്ച പ്രവർത്തകർ KSRTC ബസ്സുകളിൽ കയറി ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുകയാണോ? ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനാണ് എന്റെ തീരുമാനം. എന്തോ വെറുതെ തമാശ കളിക്കാണ്ട് ടിക്കറ്റ് എടുക്കാൻ നോക്കും മാഷെ. ചേച്ചി, നമ്മൾ ഈ സൗജന്യ യാത്ര ലഭിക്കാത്തതിലാണോ? തീർച്ചയായിട്ടും കുറെ നാളായി ഇത് തുടങ്ങിയിട്ട് ഇന്നെനിക്ക് രണ്ടിലൊന്നറിയാം. സൗജന്യ യാത്ര ലഭിക്കാത്തതിൽ തന്നെയാണ് പ്രതിഷേധം. ഞങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഭരണഘടനാപരമായ ഒരു സർക്കാർ വരാതെ എങ്ങനെ വാഗ്ദാനം നടപ്പിലാക്കും? എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? വാഗ്ദാനം പറയാൻ തയ്യാറാവരുത്. ആദ്യ മന്ത്രിസഭ കൂടിയതിനു ശേഷമല്ലേ നമ്മൾ പ്രതിഷേധിക്കേണ്ടത്? കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ സൗജന്യ യാത്ര കിട്ടുന്നവിടം വരെ കേരളത്തിലെ മഹിളാ മോർച്ച ശക്തമായിട്ട് തന്നെ തെരുവിലിറങ്ങും. ഇവരെയൊക്കെ തീറ്റിപ്പറ്റി ശമ്പളം കൊടുത്ത് മുടിയുന്ന ഞാനാ. എന്റെ കുത്തുവാള അടുപ്പിക്കാന്നുള്ള വിചാരം. പക്ഷെ അധികാരത്തിൽ വന്നിട്ടില്ല, പിന്നെ എങ്ങനെ നടപ്പിലാക്കും? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയപ്പോ ഉൾപ്പെടെ ഇന്ധനവില ഉൾപ്പെടെ വർദ്ധിച്ചിട്ടുണ്ട്. എന്തോ വില ഉൾപ്പെടെ ചോദിച്ചല്ലോ, ഫസ്റ്റിലെ റിപ്പോർട്ടർ ചാനലിനോട് ഞാൻ ഫസ്റ്റിലെ ചോദിച്ചല്ലോ, സഹോദര ആ വാഗ്ദാനങ്ങൾ നൽകിയല്ലേ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്. നീ ഒന്നും പണയണ്ട. ഇതിങ്ങളുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരം കേട്ട വർഗം. സ്മൃതി, പോലീസ് ഈ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച ബസ്സിൽ നിന്നും ഇറക്കാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ നടത്തുന്നത്. ഭരണകൂടങ്ങളുടെ കൊടും ഭീകരതകൾക്ക് മുമ്പിൽ ഒട്ടും മടിപതറാതെ നിന്നിട്ടുള്ളവരാണ് ഞങ്ങൾ. അതായത് പോലീസ് നിരവധി തവണ ഇവരോട് ബസ്സിൽ നിന്ന് ഇറങ്ങി പോകണം, ഈ ട്രിപ്പ് ഉൾപ്പെടെ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് അറിയിച്ചു. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ടിക്കറ്റ് എടുത്ത് മാത്രമേ യാത്ര ചെയ്യാനാകൂ എന്നും അറിയിച്ചു. പക്ഷേ സർക്കാർ അധികാരത്തിൽ വന്നിട്ടില്ല എന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ല എന്നാണോ? അവരോടൊന്ന് ചോദിക്കാമോ? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. എന്റെ തലയ്ക്ക് മുകളിൽ ഒന്നുമില്ല. തലയ്ക്കുള്ളിലും ഒന്നുമില്ല.